അച്ചു ഹസാരെ അച്ച പോറ്റി പറയുന്നു. മെട്രോയുടെ പേരിൽ പേക്രോം പേക്രോം എന്ന് പറഞ്ഞ ഭരണക്കാരെല്ലാം മാക്രോം മാക്രോം എന്ന് മാറ്റി പറയുന്നു. തച്ചങ്കീരി ചെങ്കീരിയാകുന്നു. ഉണ്ടിരുന്ന സി കെ ചന്ദ്രപ്പന് ഒരു വിളി വരുന്നു. പള്ളിയിലച്ചന്മാർ പിള്ളേരുടെ പള്ളക്കിട്ടടിക്കുന്നു. ഇതെല്ലാം കണ്ട് കുന്തവും കുരിശുമില്ലാതെ അന്തം വിട്ട് നിൽക്കുന്നവർക്കെല്ലാം ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. അങ്കമാലി ലിറ്റിൽ ഫ്ലവർ ആശുപത്രി അധികൃതരുടെ ചെരുപ്പിന്റെ വാറഴിക്കാൻ പോലും പൊളിറ്റിക്സിന് യോഗ്യതയില്ല. എന്നാൽ അവിടെ അധികൃതർ കാട്ടിയതൊക്കെ യേശുക്രിസ്തു അറിഞ്ഞാൽ അദ്ദേഹം ജെറുസലേം ദേവാലയത്തിൽ പ്രയോഗിച്ച ചാട്ടവാറുമായിട്ടാകും വരിക എന്ന കാര്യത്തിൽ സംശയമില്ല. ആവശ്യത്തിന് വേതനം ആവശ്യപ്പെടുന്ന വിദ്യാർത്ഥികൾക്ക് ആവശ്യത്തിലേറെ വേതന നൽകുകയും വേണ്ടിവന്നാൽ ആശുപത്രി പൂട്ടിയിടും എന്ന് പറയുകയും ചെയ്യുന്ന സ്നേഹം ഇതിനു മുമ്പ് ഇസ്രായേലിൽ പോലും കണ്ടിട്ടില്ല. പിതാവേ, ഇവരോട് ക്ഷമിക്കൂ. ഇവർ ചെയ്യുന്നതിനെന്നറിയുന്നില്ല. അങ്കമാലിയുടെ ചരിത്ര മണ്ണിൽ 7 പതിറ്റാണ്ട് മുൻപ് കുരുത്ത സൗഖ്യത്തിന്റെ അഗ്നിനക്ഷത്രമാണ് അങ്കമാലി ലിറ്റിൽ ഫ്ലവർ ഹോസ്പിറ്റൽ. ഈ അഗ്നിപുഷ്പത്തിന്റെ ഇതളുകൾ അടർത്താൻ ശ്രമിക്കുന്നവർക്ക് ശക്തമായ മുന്നറിയിപ്പ് നൽകിക്കൊണ്ട് ലിറ്റിൽ ഫ്ലവർ ഹോസ്പിറ്റൽ സംരക്ഷണ സമിതിയുടെ ആഭിമുഖ്യത്തിൽ നടത്തുന്ന ആശുപത്രി സംരക്ഷണ റാലിയാണ് ഈ കടന്നു വരുന്നത്. അങ്കമാലിയുടെ വിരിമാറിൽ ആതുര സേവനം ചെയ്യുന്ന ആശുപത്രി തകർക്ക് സമരം ചെയ്യും നഴ്സുമാരെ, ഓർത്ത് കളിച്ചോ സൂക്ഷിച്ചോ, ഈ കളി തീക്കളി കട്ടോയോ, നിങ്ങൾ അളക്കുന്നളവിനാൽ നിങ്ങൾക്കും അളന്നു കിട്ടും. ഞങ്ങളെ രക്ഷിക്കണമേ. വിധിക്കരുത്, എന്നാൽ നിങ്ങളെയും വിധിക്കുകയില്ല. ശിക്ഷിക്കരുത്, എന്നാൽ നിങ്ങൾക്കും ശിക്ഷാർഥി ഉണ്ടാകില്ല. ക്ഷമിപ്പീൻ, എന്നാൽ നിങ്ങളോടും ക്ഷമിക്കും. കൃഷ്ണൻ പേര് തെളിച്ചെങ്കിൽ ഇന്നീ ഭാരത യുദ്ധത്തിൽ തെളിക്കും യുഎൻഎ. ദരിദ്രരായ നിങ്ങൾ ഭാഗ്യവാന്മാർ, ദൈവരാജ്യം നിങ്ങൾക്കുള്ളത്. ഇപ്പോൾ വിശക്കുന്ന നിങ്ങൾ ഭാഗ്യവാന്മാർ, നിങ്ങൾക്ക് തൃപ്തി വരും. ഇപ്പോൾ കരയുന്ന നിങ്ങൾ ഭാഗ്യവാന്മാർ, നിങ്ങൾ ചിരിക്കും. മനുഷ്യപുത്രൻ നിമിത്തം മനുഷ്യർ നിങ്ങളെ ദുഷിക്കുകയും നിന്ദിക്കുകയും നിങ്ങളെ തള്ളിക്കളയുകയും ചെയ്യുമ്പോൾ നിങ്ങൾ ഭാഗ്യവാന്മാർ. ഇങ്ങനെ സംഭവിക്കുമ്പോൾ സന്തോഷിച്ച് തുള്ളുവിൻ.
എന്തുകൊണ്ടെന്നാൽ നിങ്ങളുടെ പ്രതിഫലം സ്വർഗത്തിൽ വലുതായിരിക്കും. ഇവിടെയുള്ള നേഴ്സസിലും ഒരു വിഭാഗം ആളുകൾക്ക് 8,500 മുതൽ 15,000 രൂപ വരെ ശമ്പളം കിട്ടുന്നുണ്ട്. 1.5 വർഷം കഴിഞ്ഞവർക്കും അതുപോലെ 7 വർഷമായവർക്കും 6 വർഷമായവർക്കും ഒക്കെ കിട്ടുന്നത് 4,050 രൂപയാണ്. അതിലൊരു ചേഞ്ച് പോലും ഇതുവരെ വരുത്തിയിട്ടില്ല ഇത്രയും നാളായിട്ടും. 1 വർഷം എക്സ്പീരിയൻസ് ഉള്ളവർക്ക് നമ്മൾ കൊടുക്കുന്നത് 6,200 രൂപയും. ഞങ്ങളിവിടെ വന്നിട്ട് ഇപ്പൊ 6 വർഷം കഴിഞ്ഞവരുണ്ട്, അതുപോലെ തന്നെ 1 വർഷം കഴിഞ്ഞവരൊക്കെ ഉണ്ട്. അതിലിപ്പോ ഫസ്റ്റ് സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഞങ്ങളിവിടെ വന്നു കഴിയുമ്പോൾ ഞങ്ങൾക്ക് കിട്ടുന്ന സാലറി എന്ന് പറയുന്നത് 3,100 രൂപയാണ്. നമുക്കറിയാം നമ്മുടെ സ്ഥാപനങ്ങൾ ഒന്നും കോടതി വിധിക്കോ ലേബർ കമ്മീഷനോ ഒക്കെ എതിരായിട്ട് പോവുകയില്ലെന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഞങ്ങൾ 1.5 വർഷം കഴിയുമ്പോൾ ഒരു കോൺട്രാക്റ്റിലോട്ട് കടത്തുകയാണ്, പ്രിയദർശിനി ഏജൻസി എന്നൊരു കോൺട്രാക്റ്റിലേക്ക്. അതിൽ നിർബന്ധമായിട്ടും കടക്കുന്നതാണ് പറയുന്നത്. ആദ്യം മുതൽ ഞങ്ങൾക്ക് സാലറി അതിനകത്ത് കൂട്ടി കിട്ടുമെന്ന് പറഞ്ഞു. ഞങ്ങൾക്ക് ആ ഒരു 100 രൂപ 200 മാത്രമേ ഞങ്ങൾക്ക് കൂടുതലുണ്ടായിരുന്നുള്ളൂ. ലോകത്തിൽ എവിടെ ചെന്നാലും LFന്റെ സർട്ടിഫിക്കറ്റ് ഉണ്ടെന്ന് പറഞ്ഞാല് ജോലി നിശ്ചയമായിട്ടും കിട്ടും, ഉറപ്പാണ്. ഇവിടുന്ന് 1.5 വർഷം നിൽക്കുന്നവർക്ക് LFന്റെ സർട്ടിഫിക്കറ്റ് കിട്ടും. അതിനുശേഷം പ്രിയദർശിനി ഏജൻസി എന്ന് പറഞ്ഞൊരു സർട്ടിഫിക്കറ്റ് കിട്ടുള്ളൂ. ആ സർട്ടിഫിക്കറ്റ് കൊണ്ട് ഏത് ഹോസ്പിറ്റലിൽ കയറാനും വിലയില്ലാന്നാണ് പറഞ്ഞത്. കയറിയവർ പറഞ്ഞത് ഒരു ഉപകാരം ഇല്ലാന്ന് പറഞ്ഞത്. ഇപ്പോൾ നിലവിലുള്ളതായ 3 ഷിഫ്റ്റ് കഴിഞ്ഞാൽ 8, 8, 12, 8, 8, 16, 12, 28. അപ്പൊ 4 മണിക്കൂർ ഓവർലാപ്പ് ചെയ്ത് വരും. 4 മണിക്കൂർ നഷ്ടമുണ്ട്. അപ്പൊ അത് സഹിച്ചാണ് ഈ 12 മണിക്കൂർ രാത്രി ഈ ഒരു ഷിഫ്റ്റ് കൊടുക്കുന്നത്. ഒരു കുട്ടി സ്ട്രോക്ക് ഐസിയുലാണ് നിൽക്കുന്നത്. ആ കുട്ടി രാവിലെ 8 മണിക്ക് കയറി വൈകുന്നേരം 7 മണി വരെ അതിനോട് ഡ്യൂട്ടി ചെയ്യിപ്പിച്ചിട്ട്, അത് കൂടാതെ അതിനോട് പോയി ഫുഡ് കഴിച്ചിട്ട് വൈകുന്നേരം 9 മണി മുതൽ ആ കൊച്ചിന് പിന്നെ നൈറ്റും ചെയ്യിപ്പിച്ച് പിറ്റേന്ന് കാലത്താണ് ആ കൊച്ചു വന്നത്. അന്ന് നൈറ്റും അതിനെ കൂടി ചെയ്യിപ്പിച്ചു. പിന്നെയുള്ളത് മെറ്റേണിറ്റി ലീവ് ആനുകൂല്യങ്ങൾ. ഇവിടെ ESI വഴി അതെല്ലാം ലഭിക്കുന്നുണ്ട്. ഇനി അതെല്ലാം ഏതെങ്കിലും ലഭിക്കാത്ത ആരെങ്കിലും വേറെ ഏതെങ്കിലും കാറ്റഗറിയിൽ വരുന്നുണ്ടെങ്കിൽ അത് പരിഗണിക്കാൻ ഞങ്ങൾക്ക് പ്രയാസമൊന്നുമില്ല. ഞങ്ങൾക്ക് ESIയും PFും 1.5 വർഷം കഴിഞ്ഞവരെ അതിന് പിടിക്കുന്നുണ്ട്. അതിന് ഒരു തെളിവും ഇതുവരെ ഞങ്ങളെ കാണിച്ചു തന്നിട്ടില്ല. ലീവ് എൻകാഷ്മെന്റ് ഇവിടെ ഉള്ളതാണ്. ഞങ്ങൾക്കൊരു ലീവ് ഇല്ല, സിക്ക് ലീവ് ഇല്ല, ആനുവൽ ലീവ് ഇല്ല, കാഷ്വൽ ലീവ് ഇല്ല. അങ്ങനെ ഒരു ലീവും ഞങ്ങൾക്ക് ഇതുവരെ തന്നല്ല. ഇവിടെ ഈ 6 വർഷം 7 വർഷമായവർക്ക് പോലും ഒരു ലീവ് പോലും കൊടുത്തിട്ടില്ല. എന്തെങ്കിലും രീതിയിൽ ഞങ്ങളൊരു ലീവ് എടുത്താൽ തന്നെ അത് ഞങ്ങളുടെ സാലറിയിൽ നിന്ന് അവർ കട്ട് ചെയ്യാണ് ചെയ്യണേ. അല്ലാതെ ഞങ്ങൾക്ക് വേറൊരു ഫലവും ഒരു പ്രതിഫലവും ഇവർ ചെയ്തു തരുന്നില്ല. അപ്പോൾ ഇതിന്റെ പേരിലാണ് ഈ കുട്ടികളെല്ലാം ഇപ്പോൾ സമരം ചെയ്യുന്നത്. എന്റെ കുട്ടികളെ എനിക്കറിയാം, അവരുടെ ആവശ്യം നടത്തി കൊടുക്കാൻ എനിക്കറിയാം. നിങ്ങളെ സ്നേഹിക്കുന്നവരെ മാത്രം സ്നേഹിച്ചാൽ നിങ്ങൾക്ക് എന്തനുഗ്രഹം കിട്ടും? പാപികളും തങ്ങളെ സ്നേഹിക്കുന്നവരെ സ്നേഹിക്കുന്നുവല്ലോ. നിങ്ങൾക്ക് നന്മ ചെയ്യുന്നവർക്ക് മാത്രം നന്മ ചെയ്താൽ നിങ്ങൾക്ക് എന്തനുഗ്രഹം ലഭിക്കും? പാപികളും അങ്ങനെ തന്നെ ചെയ്യുന്നുവല്ലോ. അവര് എന്നെ എപ്പോഴും അവരെ സംബോധന ചെയ്യുമ്പോൾ എന്റെ കുടുംബത്തിന്റെ നാഥൻ എന്നൊക്കെ പറഞ്ഞ് വിളിച്ചിരുന്നവരെ എന്നെ കാണുമ്പോൾ പിന്നെ വിളിക്കുന്നത് എന്താ? കത്തനാരെ കരിങ്കാലി, കത്തനാരെ കാപാലികനെ എന്നൊക്കെ എന്നെ വിളിക്കുന്നത്. തന്നെത്താൻ ഉയർത്തുന്നവനെല്ലാം താഴ്ത്തപ്പെടും, തന്നെത്താൻ താഴ്ത്തുന്നവനെല്ലാം ഉയർത്തപ്പെടും. പ്രിയപ്പെട്ടവരെ, നമുക്ക് ഈ കുട്ടികളെ ഇവരുടെ പിടിയിൽ നിന്ന് മോചിപ്പിക്കാൻ നിങ്ങൾ ആലോചിക്കുക. ഈ രാഷ്ട്രീയ പാർട്ടികളും ഈ പോഷക സംഘടനകളും എങ്ങനെയാണ് LFന്റെ ഭൂമിയിൽ നിന്നും അവരെ പുറത്തു കൊണ്ടുവരിക? കുരുടനെ വഴി കാണിപ്പാൻ കഴിയുകയില്ല. അങ്ങനെ ചെയ്താൽ ഇരുവരും കുഴിയിൽ വീഴും. എന്നാൽ നീ സഹോദരന്റെ കണ്ണിലെ കരട് കാണുകയും സ്വന്തം കണ്ണിലെ കൊല്ലിനെ പറ്റി വിചാരിക്കാതിരിക്കുകയും ചെയ്യുന്നത് മനുഷ്യർ നിങ്ങൾക്ക് ചെയ്യണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കും പോലെ നിങ്ങൾ അവർക്കും ചെയ്യുവീൻ. വിശക്കുന്നവന് മുന്നിൽ അപ്പത്തിന്റെ രൂപത്തിൽ വന്നില്ലെങ്കിൽ ദൈവം പോലും രക്ഷപ്പെടില്ല എന്ന സത്യപ്രമാണം ദൈവനാമത്തിൽ പ്രകടനം നടത്തുന്നവരെല്ലാം ഓർക്കുന്നത് നന്ന്.